Hi dears, welcome back to EduFix Academy. GNO University 2026 ജൂൺ ടൈം ആൻഡ് എക്സാമിനേഷൻ മാർച്ച് 10-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും രജിസ്ട്രേഷൻ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അസിസ്റ്റൻസിന് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി EduFix അക്കാദമിയുടെ കോൺടാക്ട് നമ്പറുമായിട്ട് കണക്ട് ചെയ്യാൻ ഞങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തു തരുന്നതാണ്. ഏപ്രിൽ 10-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് ശേഷവും രജിസ്റ്റർ ചെയ്യാം, പക്ഷേ ലേറ്റ് ഫീ ഉണ്ടായിരിക്കും. 1100 രൂപയാണ് ലേറ്റ് ഫീ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം രജിസ്ട്രേഷൻ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അടുത്ത നിമിഷം തന്നെ നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സെൻറ്ററിൽ നിങ്ങൾക്ക് സീറ്റ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുകയുള്ളൂ. അതല്ല നിങ്ങൾ കുറച്ച് ലേറ്റായി, ഇപ്പോൾ ഏകദേശം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന സ്റ്റുഡൻസിനൊന്നും അവർ ഉദ്ദേശിക്കുന്ന സെൻറ്റേഴ്സുകളിൽ സീറ്റ് അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. സോ എന്ത് ചെയ്യണം, ഇനി എന്ത് ചെയ്യണം? അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ യൂണിവേഴ്സിറ്റി ചെയ്തിരുന്നത് ആഫ്റ്റർ സം ടൈംസ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം യൂണിവേഴ്സിറ്റി അതിൻ്റെ എക്സാം സെൻറ്ററിലുള്ള സീറ്റ് അവൈലബിലിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പുതിയ സെൻറ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിലൊക്കെ യൂണിവേഴ്സിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 1.5 ആഴ്ചയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി ഇത് ഒരു 100% ഗ്യാരണ്ടി ആയിട്ടല്ല പറയുന്നത്, പക്ഷേ പ്രീവിയസ് ഇയേഴ്സിൽ യൂണിവേഴ്സിറ്റി ചെയ്തിരുന്നു. അതായത് ഇപ്പോൾ നിലവിലുള്ള സെൻറ്റേഴ്സുകളിൽ സീറ്റ് എണ്ണം കൂട്ടിയിരുന്നു, അതുപോലെ തന്നെ പുതിയ സെൻറ്റേഴ്സ് ആഡ് ചെയ്തിരുന്നു. ഇത് ഒരിക്കലും ഒരു ഗ്യാരണ്ടി അല്ല. നിങ്ങൾക്ക് ഒരു കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ യൂണിവേഴ്സിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ മുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഏതെല്ലാം സബ്ജക്റ്റുകളാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു സബ്ജക്റ്റിന് എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഇനിയും കൂടുതൽ ദിവസങ്ങൾ കഴിയുന്തോറും ആ ഒരു സീറ്റ് പോലും അവൈലബിൾ അല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതെല്ലാം സബ്ജക്റ്റിൻ്റെ എക്സാം സെൻറ്റേഴ്സിൽ നിങ്ങൾക്ക് അതിൻ്റെ സീറ്റ് അവൈലബിൾ ആയിട്ടുണ്ടോ അതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന്, അതായത് ഇനി വരുന്ന 6 മന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസംബർ ടൈമിൻ്റെ എക്സാം വരും. ആ സമയത്ത് നിങ്ങൾ ഏറ്റവും അടുത്ത് തന്നെ, അതായത് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് ദ ഏർലിയസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം രജിസ്റ്റർ ചെയ്യുക. ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ ഇന്നാണ് എക്സാം രജിസ്ട്രേഷൻ്റെ ഡേറ്റ് അതായത് ഓപ്പൺ ആയത് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അല്ലെങ്കിൽ കഴിയുമെങ്കിൽ നാളെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. അത്തരക്കാർക്കാണ് മുഴുവൻ സീറ്റുകളും ആ ഒരു നിങ്ങൾ ഉദ്ദേശിക്കുന്ന സെൻറ്റേഴ്സിൽ അവൈലബിൾ ആയിട്ട് വരികയുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴാണ് നിങ്ങൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള സെൻറ്റേഴ്സിൽ സീറ്റ് അവൈലബിൾ ആവില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ചില കേസസിൽ ചില സ്റ്റുഡൻസിന് ലാസ്റ്റ് എക്സാം ആയിരിക്കും, ഇനി വാലിഡിറ്റി ഉണ്ടാവില്ല. അവരുടെ ലാസ്റ്റ് ചിലപ്പോൾ ഈ ഒരു എക്സാമോട് കൂടിയിട്ട് അവരുടെ കോഴ്സിൻ്റെ വാലിഡിറ്റി അവസാനിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇനി വെയിറ്റ് ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് എക്സാം സെൻറ്റേഴ്സിൽ ഫുൾ നിങ്ങൾക്ക് ഇനി എഴുതാൻ ബാക്കിയുള്ള സബ്ജക്റ്റുകളുടെ അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അവിടെ പോയിട്ട് നിങ്ങൾ എക്സാം എഴുതണം. ഇനി വെയിറ്റ് ചെയ്യേണ്ടതില്ല. അത് നിങ്ങളുടെ കോഴ്സിൻ്റെ വാലിഡിറ്റി അവസാനിക്കാൻ പോകുന്നു, ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ് എന്നുള്ള അത്തരം സ്റ്റുഡൻസ് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള കേരളത്തിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന എവിടെയാണോ കോളേജസ് അവൈലബിൾ ആയിട്ടുള്ളത് അവിടെ പോയിട്ട് എഴുതുക എന്നുള്ളതാണ് ഒരു ഓപ്ഷന്. അതല്ല നിങ്ങൾക്ക് മറ്റുള്ള സ്റ്റുഡൻസിന് വാലിഡിറ്റി ഉണ്ട്, ഇനി ഫസ്റ്റ് ഇയർ ആയിട്ടുള്ളൂ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ ആയിട്ടുള്ളൂ അല്ലെങ്കിൽ തേർഡ് ഇയറോ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൂടി അവർക്ക് ഒരു 3 ഇയറും കൂടിയിട്ട് 3 ഇയർ കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നുണ്ടല്ലോ. ടോട്ടൽ 3 ഇയർ പ്രോഗ്രാംസിനാണെങ്കിൽ 6 ഇയേഴ്സ് ആണ് വാലിഡിറ്റി, 2 ഇയേഴ്സ് പ്രോഗ്രാംസിനാണെങ്കിൽ അത് 4 ഇയർ ആണ് വാലിഡിറ്റി. സോ അത്രയും ഗ്യാപ്പ് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ മേ ബി യൂണിവേഴ്സിറ്റി സീറ്റുകൾ ഇൻക്രീസ് ചെയ്ത് തരും, അതുപോലെ പുതിയ സെൻറ്റേഴ്സ് ആഡ് ചെയ്ത് തരും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി വേറൊരു കാര്യം, നിങ്ങൾക്ക് എക്സാം സെൻറ്റേഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. എക്സാം സെൻറ്റേഴ്സ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട്. ഓക്കെ, താങ്ക് യു. കൂടുതൽ ഇഗ്നോയുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടും അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ടും നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ അപ്ഡേറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ വാട്സപ്പ് ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.